ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റിയായ അച്ചപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അച്ചപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ എന്നാലും എൻ്റെതായ ഒരു രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 4 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതായത് ഇത് വാങ്ങിച്ചതല്ല, ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ചതാണ്. അതായത് അരി പൊടിക്കാൻ അറിയും. അരി കുതിർത്തിട്ട് അല്പം വെള്ളം പോകുന്നവരെ വാരാൻ വെച്ചിട്ട് ഒരു പേപ്പറിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഇട്ട് കുറച്ച് ഡ്രൈ ആയതിനു ശേഷം മിക്സിയിലിട്ട് പൊടിച്ചാൽ മതി. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. അടുത്ത് നിങ്ങൾ അരിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരിക്കണം. അതായത് അപ്പത്തിനൊക്കെ അരിക്കണ അരിപ്പയിലുണ്ട്, ഏറ്റവും ചെറിയ അരിപ്പയിൽ കൂടെ അരിക്കണം. നിങ്ങൾ വലിയ നെറ്റുണ്ടെങ്കിലും അതിൽ വെച്ച് അരിച്ചാലും മതിയാകും. തേങ്ങാപ്പാലൊക്കെ എടുക്കുന്ന വലിയ നെറ്റുണ്ടെങ്കിൽ അതിൽ വെച്ച് അരിച്ചാലും മതിയാകും. എന്തായാലും തരി ഒന്നും ഇല്ലാതെ നല്ല ഫൈൻ പൗഡറായിരിക്കണം. അതാണ് കറക്റ്റ്. ഇത് വറുക്കാത്തതാണ്, പച്ച അരിപ്പൊടിയാണ്. ഞാൻ അത് 250 ml കപ്പിൽ 4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ആവശ്യമെങ്കിൽ കുറച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ 4 കപ്പിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇത് ഒരുപാട് കിട്ടും നിങ്ങൾക്ക്. നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അല്പം കൂടുതലായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യണത്. അതായത് ഒരു മോർ ദാൻ 6 മന്ത്സൊക്കെ, ഞാൻ 6 മന്ത്സ് വരെയൊക്കെ സ്റ്റോർ ചെയ്യാറുണ്ട്. ഒരു കുഴപ്പമില്ലാതെ അങ്ങിരിക്കും കൂടുതലിരുന്നാലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ അല്പം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു 4 കപ്പ് അരിപ്പൊടി ഉണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട എടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്സി ജാറിലിട്ട് നല്ലപോലെ പതപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ 2 മുട്ടയും മിക്സി ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ പതപ്പിക്കുകയാണ്. നിങ്ങൾ കൈകൊണ്ട് പതപ്പിച്ചാലും കുഴപ്പമില്ല, പക്ഷേ മിക്സിയിലാണെങ്കിൽ നല്ലവണ്ണം അടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പഞ്ചസാര പൗഡർ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ബോട്ടിലിൽ. നിങ്ങൾക്ക് പഞ്ചസാര പൊടി ഇല്ലെങ്കിൽ ഇതിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് പൊടിച്ചിട്ട് അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് പഞ്ചസാരയും മുട്ടയും മാറ്റി നല്ലവണ്ണം പതപ്പിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ എൻ്റെ അടുത്ത് പൗഡർ ഉള്ളതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് അടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ മുട്ട അടിച്ചു വന്നിട്ടുള്ള മുട്ട ഒഴിക്കാം. ഞാനിത് പഞ്ചസാര പൗഡർ ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ മറ്റേ തരി ഉള്ളതാണെങ്കിൽ മുട്ടയുടെ കൂടെ പൊടിക്കാം. ഞാൻ ഇപ്പോൾ 1 കപ്പല്ല, ഒരു 1/2 കപ്പിന് അല്പം കൂടുതലായിട്ടിരിക്കും. അതായത് കൂടുതൽ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. 4 കപ്പ് പച്ചരിക്ക് ഇപ്പോൾ 1 കപ്പ് എടുത്തിട്ടില്ല. 1/2 കപ്പിനേക്കാളും അല്പം മിനിമം ഒരു 1/2 കപ്പ് മതിയാകും. നല്ല കൂടുതൽ എടുക്കണ്ട, ഒരു ശകലം കൂടുതൽ എടുക്കാം നിങ്ങൾ. ഇത് പഞ്ചസാര പൊടിയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യണത് തേങ്ങാപ്പാലാണ് മിക്സ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലിലും അല്പം കുറച്ചുകൂടെ മധുരം കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കട്ടി തേങ്ങാപ്പാലാണ്. ഒരു 200 ml ഉണ്ട്. ഇത് ഫസ്റ്റ് 1ാം പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു ചെറിയ ജാറിൽ നിങ്ങൾ നിറച്ച് തേങ്ങ എടുത്തിട്ട് ഒരു ശകല വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കിട്ടും, 200 ml. അത് തേങ്ങാപ്പാൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, നല്ല മധുരമായിരിക്കും. ഞാൻ ഇപ്പോൾ കൂടുതൽ എമൗണ്ട് കൂടുതൽ ഉണ്ടാക്കണതുകൊണ്ട് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്യുമ്പോൾ സംടൈംസ് എന്തെങ്കിലും ഇതായാലും അതുകൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ കുറച്ചെടുക്കണത്, 200 ml എടുക്കണത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു തേങ്ങയുടെ പാല് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണതായിരിക്കും. ഇപ്പോൾ ഞാൻ 200 ml എടുക്കണത്. ഇപ്പോൾ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടാം. അപ്പം 4 കപ്പ് അരിപ്പൊടിക്ക് ആവശ്യമുള്ള ഉപ്പിടാം. ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 200 ml കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സ്വാദ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇനി എഗെയിൻ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. അപ്പോൾ ഞാൻ എത്രയാണ് ഇനി ഒഴിക്കണമെന്ന് പറയാം. ഇപ്പോൾ നല്ല തിക്കാണ്, നമുക്ക് കുറച്ചുകൂടെ ഇത് ലൂസാക്കണം. അപ്പോൾ ഞാൻ ഒഴിക്കാം കുറച്ചുകൂടെ. ഞാൻ ഇപ്പം നെക്സ്റ്റ് ആ തേങ്ങാപ്പാലിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞാണ് എടുക്കാൻ പോണത്. വെള്ളത്തിന് പകരം അത് ഒഴിക്കാം. അതുകൊണ്ടാണ് ഒരു 100 ml സെക്കൻഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്, ഒന്ന് ഒഴിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ 300 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി നോക്കാൻ വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ തിക്നെസ് എങ്ങനെയാണെന്ന്. അപ്പോൾ 1-2 എണ്ണം ബിഗിനിങ്ങിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ കൂടുതൽ വെള്ളം ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് അറിയാം. അപ്പോൾ നല്ലപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. ഒന്ന് ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. നമുക്കിനിയും എണ്ണ ചൂടാക്കാം. സ്റ്റവിൽ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ തന്നെ ആ അച്ചും കൂടെ അതിൽ ഇട്ടേക്കണം. ഒരു കാര്യം, ഈ അച്ച് നമുക്ക് ഡെയിലി യൂസ് ചെയ്യത്തില്ല, അച്ചപ്പത്തിൻ്റെ അച്ച്. അപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ട് അത് വച്ചിരിക്കും. ഇനി കുറേ കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ അതാണെങ്കിൽ ഒട്ടിപ്പിടിക്കും, അതിന്ന് ഇളകി വരത്തില്ല. അത് അങ്ങനെ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ അച്ചപ്പം ഉണ്ടാക്കണ മുമ്പിലെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഓയിലിൽ ഇത് ക്ലീൻ ചെയ്തിട്ട് ഓയിലിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുക. അതായത് അച്ചിൽ ഒരു ഡസ്റ്റും ഇരിക്കാൻ പാടില്ല. നമുക്ക് മുമ്പിൽ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ക്ലീൻ ചെയ്ത് വേണം നെക്സ്റ്റ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ. അതായത് അച്ചിൽ ഒന്നും അഴുക്കൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്തിട്ട് വേണം അത് അച്ചി ഇരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നല്ല ക്ലീൻ ചെയ്ത്
അത് സ്റ്റോർ ചെയ്യുക അച്ഛനെ. അതിനുശേഷം എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകും. അങ്ങനെ എന്തെങ്കിലും അതിൽ പീസുകൾ അച്ചപ്പത്തിൻ്റെ പഴയ അച്ചപ്പത്തിൻ്റെ പീസുകൾ എന്തെങ്കിലും ഡസ്റ്റോ എല്ലാം ഒട്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അച്ചപ്പം ഇളകി വരത്തില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് നല്ല ക്ലീൻ ചെയ്ത് മുമ്പിലത്തെ ദിവസം തന്നെ നമുക്ക് കുക്ക് ചെയ്യണ ഓയിലിൽ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അടുത്ത് നിങ്ങൾ കുക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ എളുപ്പമാകും. ഇപ്പം നമുക്ക് ഓയിൽ ചൂടാകുമ്പോൾ ആ ഓയിൽ ഇപ്പോൾ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കണം സ്റ്റവിൽ, അതിൻ്റെ കൂടെ തന്നെ ഈ അച്ചും ചൂടാകണം. അച്ച് നല്ല ചൂടായത് കഴിഞ്ഞിട്ട് നമുക്ക് മാവിൽ അത് ഡിപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മളെ കൊണ്ട് അച്ചപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ചൂടാക്കിയിട്ട് കാണിക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ തവണ എടുക്കുമ്പോൾ മാവ് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഇത് നല്ല തിന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം താഴെ കട്ടി പിടിക്കും. അപ്പോൾ മിക്സ് ചെയ്ത് വിട്ടിട്ട് അച്ചെടുത്ത് നല്ല ഓയിലൊക്കെ പോയിട്ട് ഒന്ന് നല്ല ഫുൾ കംപ്ലീറ്റ് ഡിപ്പ് ചെയ്യേണ്ട, ഹാഫ് ഡിപ്പ് ചെയ്താൽ മതി. തട്ടിയിട്ട് കുറേ ഇങ്ങനെ വയ്ക്കുക, പിടിച്ചിരിക്കുക. അടുത്തൊന്ന് ഷേക്ക് ചെയ്താൽ മതിയാകും. അത് ഇളകി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇളകി വന്നില്ലെങ്കിൽ നിങ്ങളിതുപോലെ ഒരു കമ്പി എടുത്തൊന്ന് കുത്തി ഇളക്കി വിട്ടാലും മതിയാകും. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇളകി വരുന്നതായിരിക്കും. ഇളകി വന്ന് നെക്സ്റ്റ് തിരിച്ചിട്ട് ആ അച്ച് അകത്ത് തന്നെ ഉണ്ട്. ഇത് എടുത്ത് മാറ്റിയിട്ട് നെക്സ്റ്റ് അഗൈൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. എല്ലാം വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിടാം. ഉടനെ തന്നെ ആകുന്നത് ആ കളർ ചേഞ്ച് ആയ ഉടനെ നമുക്ക് എടുത്ത് മാറ്റാം. അച്ച് നമുക്ക് ഓക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് ഫുൾ ഡിപ്പ് ചെയ്യരുത്. ഫുൾ ഡിപ്പ് ചെയ്താൽ നിങ്ങൾക്കത് ഊരി വരത്തില്ല. അതായത് മുകളിലും കവറായി പോവും. അതുകൊണ്ട് ഒരു ഹാഫിന് അല്പം കൂടുതലായിട്ട് മാത്രമേ ഡിപ്പ് ചെയ്യാവുള്ളൂ. ഇതിലൊരു കുറച്ച് കറുത്ത എള്ള് ഇട്ടിട്ടുണ്ടായിരുന്നു. കറുത്ത എള്ളും കരിഞ്ജീരകവും ഇട്ട് മിക്സ് ചെയ്തായിരുന്നു, പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മതിയെങ്കിൽ അങ്ങനെ ഒരെണ്ണം വച്ചാലും മതിയാകും. അപ്പം നമ്മുടെ ടേസ്റ്റിയായ അച്ചപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ ഒരു 75-78 പോലെ ഉണ്ട്. അത്രയ്ക്കും കൂടുതലാണ്. ഇത് കുറച്ച് നമുക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ പാത്രം, അതായത് നമുക്ക് ഓയിൽ വച്ചിരിക്കുന്ന പാത്രം കുറച്ചുകൂടെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം ചേർത്തിടാം. ഞാൻ ഇപ്പോൾ ഒന്നൊന്നായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് എനിക്ക് സമയം കൂടുതലായത്. അപ്പോൾ നിങ്ങൾ 2 അതുപോലെ നിങ്ങൾ ഒരെണ്ണം അത് കുക്കാവുമ്പോൾ നെക്സ്റ്റ് ഇത് ഒന്നുകൂടെ മാവിൽ ഡിപ്പ് ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിലാകും. 2-3 അങ്ങനെ ചേർത്ത് ഇടുകയാണെങ്കിൽ. പിന്നെ സഹായത്തിന് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ വേഗമാകും. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതുകൊണ്ടാണ് എനിക്ക് കുറച്ച് സമയം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് 2 ഗ്ലാസ് മാവ് മാത്രം എടുത്ത് ഇതിൻ്റെ ഹാഫ് അളവുകൾ എടുത്ത് ഉണ്ടാക്കിയാൽ മതിയാകും. നല്ല ക്രിസ്പിയാണ് കണ്ടോ. കൈ വെച്ച ഉടനെ അങ്ങനെ പൊട്ടിപ്പോകും. അതാണ് ഞാൻ നല്ല തിന്നായിട്ടാണ് ഞാൻ അത് വച്ചിട്ടുള്ളത്. ബാറ്റർ നല്ല തിന്നായതുകൊണ്ട് അത് എളുപ്പത്തിലാകും. നല്ല തിക്കല്ല. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ അല്പം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു ഹാഫ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തന്നെ അത് ഇത്രയും ക്രിസ്പി ആകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഉടനെ ക്രിസ്പി ആയില്ലെന്ന് പേടിക്കണ്ട. എടുത്ത് വയ്ക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടാണ് ക്രിസ്പി ആകണത് ഇത്. അപ്പം നമുക്കതുപോലെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 4-5 എണ്ണം ചിലപ്പോൾ കറക്റ്റായിട്ട് വന്നെന്നിരിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അല്പം മാവ് വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ ഒരു ശകലം അരിപ്പൊടി ഇട്ടാൽ മതിയാകും. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ അളവിന് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കറക്റ്റായിട്ട് വരുള്ളൂ. ഒരു 300 ml ആണ് ഞാൻ പറഞ്ഞത്. അത്രയും വെച്ചാൽ കറക്റ്റായിട്ട് വരുള്ളൂ. പിന്നെ എൻ്റെ ഒരു ടിപ്പ് കൂടെ, ഇതൊരു ഹാഫ് മാവ് ആകുമ്പോൾ നിങ്ങൾ മുക്കി വരുമ്പോൾ മുകളിൽ വെള്ളത്തിൻ്റെ അംശം കുറയും. നിങ്ങൾ ആ ബാറ്റർ മുക്കി വരുമ്പോൾ അതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ട് തിക്കാകും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ആ തേങ്ങാപ്പാൽ തന്നെ അല്പം മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ, അതായത് ആ 2ാം പാലിൽ അല്പം മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് എഗെയിൻ ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഇതുപോലെ തിന്നായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ അവസാനം ഉള്ളതൊക്കെ തിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം നിങ്ങൾക്ക് തിന്നായിട്ട് വരണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് അല്പം ഷേപ്പൊക്കെ അല്പം മാറിപ്പോയാലും കുഴപ്പമില്ല. നിങ്ങൾ ആ ബാറ്റർ അതിൽ നിന്ന് ഇളകി വരണം, അച്ചിൽ നിന്ന്. അതാണ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്.
അതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ നല്ലവണ്ണം ക്ലീൻ ചെയ്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ അങ്ങനെ എടുത്ത് വെക്കരുത്. അതുപോലെ ഇത് നമുക്കിനിയും സോപ്പിട്ട് വാഷ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും അച്ചപ്പം ഉണ്ടാക്കാറില്ല. ഞാൻ പൊതുവെ അങ്ങനെ എപ്പോഴെങ്കിലും ഇടയ്ക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഡ്രൈ ആയിപ്പോയി ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ചെറിയ മാവിൻ്റെയൊക്കെ അംശങ്ങൾ കാണും. അതൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും ഷാർപ്പായ സാധനം വെച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ടിഷ്യൂ വെച്ച് തുടച്ച് സ്റ്റോർ ചെയ്താൽ മതി. ഇപ്പോൾ എണ്ണയുടെ അംശമുണ്ട് നമുക്ക്. ഇത് ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇത് ചെറിയ തുരുമ്പ് പിടിക്കണത് പോലെ ആകും, ഡ്രൈ ആയി പോകും. അപ്പോൾ അടുത്ത് നിങ്ങൾ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും. ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വരത്തില്ല, അച്ചിൽ നിന്ന് ഇളകി വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ടിഷ്യൂ വെച്ച് തുടച്ചിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങളിപ്പോൾ 1 ഇയർ കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യണ മുമ്പിലത്തെ ദിവസം നമുക്ക് ഓയിലിൽ 1 ഡേ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ ഇളകി വരും, അത് ഒട്ടിപ്പിടിക്കാതെ നല്ല സെറ്റായിട്ടിരിക്കും. അതാണ് അതിൻ്റെ ടിപ്പ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായ നല്ല ക്രിസ്പിയായ അച്ചപ്പം കിട്ടും. നിങ്ങളിതൊരു 6-7 മാസം വരെ സ്റ്റോർ ചെയ്യാൻ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് ഒരു കുഴപ്പമില്ല. നമ്മൾക്ക് കുട്ടികൾ എപ്പോൾ ചോദിച്ചാലും നമ്മുടെ വീട്ടിലിത് വച്ചിരിക്കാനും പറ്റും. നിങ്ങൾ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇത് കുറേ ഉണ്ടാക്കി വെച്ചിരുന്ന മതിയാകും. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.